നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചായ അല്ല ശരത്തെ, നമ്മുടെ വില്ലയുടെ പണിയൊക്കെ വേഗത്തിൽ നടക്കുന്നുണ്ടല്ലോ അല്ലേ? ഈ ശരത്ത് മോന്റെ ഒരു കാര്യം. അയ്യോ ശരത്തേട്ടാ, കൊച്ചു പിള്ളേരെ പോലെയാ. ഒരു ചായ കുടിച്ചതേ ഉള്ളൂ, അതും വലിച്ചു മണ്ട കയറ്റി. പണിയൊക്കെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടക്കുന്നുണ്ട് അച്ഛാ. ഇന്നലെ 2 ലോഡ് സിമന്റ് ഇറക്കി. പിന്നെ ബാങ്ക് ലോൺ കണ്ട് ശരിയായി. ശരത്തെ, ഞാൻ വേണമെങ്കിൽ വർക്ക് സൈറ്റിൽ പോയി നിൽക്കാം. ഒരു മേൽനോട്ടൊക്കെ ആവുമല്ലോ. അയ്യോ അതൊന്നും വേണ്ട അച്ഛാ. അതെ, ഈ കൊടും വെയിലത്ത് അച്ഛൻ അവിടെ പോയി നിൽക്കണ്ട. അല്ല ശരത്തെ, ഒരു മേൽനോട്ടം ഉള്ളത് നല്ലതാ. നമ്മളെ ആരും പറ്റിക്കത്തില്ല. നമ്മൾ എത്ര ശ്രമിച്ചാലും പറ്റിക്കാനുള്ളവര് പറ്റിക്ക് തന്നെ ചെയ്യൂ അച്ഛാ. കാരണം അതിസമർത്ഥന്മാരായ കള്ളന്മാരുടെ ലോകമാണ് അച്ഛാ ഇത്. അച്ഛാ, അവിടെ മേൽനോട്ടത്തിന് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ 3-4 സൂപ്പർവൈസർമാരുണ്ട്. പിന്നെ വിഷു ആയോണ്ട് 2-3 ദിവസത്തേക്ക് പണി കാണത്തില്ല. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്റെ നെഞ്ചിന്റെ അകത്തൊരു പുകച്ചില്. എന്താമ്മേ? അമ്മേ, ഗ്യാസിന്റെ ആയിരിക്കും. അമ്മ 4 വായുഗുളി എടുത്ത് കഴിക്കേ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേ, ഇഞ്ചി നീരെടുത്തിട്ട് ഉപ്പ് ചേർത്ത് കഴിക്കും. ഇത് അതൊന്നും അല്ലടാ. പിന്നെ വിഷു എന്ന് കേട്ടപ്പോഴാ നെഞ്ച് നേറിയത്. അതെന്തിനാ? കഴിഞ്ഞ വിഷു വരെ എനിക്ക് കൈനീട്ടം തന്നിരുന്നത് എന്റെ സുതിമോന. ഇത്തവണ അവനില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അമ്മയ്ക്ക് സുതി എന്ന കൈനീട്ടം കൂടെ ഇത്തവണ ഞാൻ തന്നേക്കാം. ഇപ്പൊ നെഞ്ചുവേദന മാറിയോ? അവനൊരു വലിയ പണക്കാരൻ. കാശിന്റെ കാര്യമൊന്നും അല്ല ഞാൻ പറഞ്ഞത്. എന്റെ കുഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടം. ഇല്ലാതായതല്ലോ, ആക്കിയതല്ലേ. അതങ്ങനെയാ മുത്തശ്ശി. ചിലര് വരുമ്പോ ചരിത്രം വഴിമാറുമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ചിലര് വരുമ്പോ മറ്റു ചിലര് ചരിത്രമാവും. നിത്യേ, അമ്മേ, ആയുസ് എത്തുമ്പോ ദൈവം വിളിക്കും. അപ്പൊ പോയല്ലേ പറ്റൂ. അടുത്ത വിഷുവിന് അമ്മ കാണുമെന്ന് വല്ല ഉറപ്പുണ്ട്. മനോഹരേട്ടാ, എന്തൊക്കെയാ പറയുന്നേ? അല്ല പാർവതി, അമ്മ പറഞ്ഞേ വളഞ്ഞൂറ്റി എങ്ങോട്ടാ പോകുന്നതെന്ന് മനസ്സിലായില്ലേ? ബാക്കിയുള്ളവരൊക്കെ പൊട്ടന്മാരാണെന്ന് അമ്മയുടെ വിചാരം. ഓ, പെറ്റ തള്ള അങ്ങ് തെക്കോട്ടെടുക്കാൻ നോമ്പ് നോറ്റിരിക്കുന്ന മഹാനായ ഒരു മകൻ. എടാ, നിനക്ക് ഞാൻ അത്രയ്ക്ക് ശല്യാണെങ്കിലേ വല്ല വൃദ്ധസദനത്തിൽ കൊണ്ടാക്കണം. അല്ലെങ്കിലേ ആ ഗുരുവായൂരമ്പലത്തിൽ കൊണ്ടുപോയി നടക്കിരുത്തു. ഓഹോ, നടക്കിരുത്ത അമ്മ എന്നെ ആനയോ? അയ്യോ, അമ്മയെ പിടിച്ച് നടക്കിരുത്തിട്ട് വേണം ഭഗവാൻ ഇറങ്ങി ഓടാൻ. എന്റെ പൊന്നോ, നല്ല മുതലല്ലേ. കുറച്ചു കാലം കൂടി അമ്മയ്ക്ക് അന്നം കഴിച്ച് കിടക്കേണ്ടതല്ലേ. ഈ നാക്കുകൊണ്ടേ വിഷം തുപ്പാതെ. തമാശ പറഞ്ഞ സംഗതി സീരിയസ് ആക്കാതെ. നമുക്കെന്തായാലും ഈ തവണ വിഷു ഗംഭീരമാക്കണം. എന്റെ മോനില്ലാത്ത വിഷു അല്ലേ, അങ്ങനെ വലിയ ആഘോഷമൊന്നും വേണ്ട. അതല്ല അമ്മേ, നമ്മള് വിഷു ആഘോഷിക്കുന്ന സുതിസാറിന് ഇഷ്ടം. എനിക്കുറപ്പാ, ഭൂമിയിലെ പ്രിയപ്പെട്ടവർ സന്തോഷമാണ് സ്വർഗത്തിലെ ആത്മാക്കളുടെ സന്തോഷവും. പിന്നെ ഒരു സദ്യ വേണം. ദേവികേറ്റത്തിലെ കൈപുണ്യം തെളിയിക്കാൻ ഒരവസരമാവട്ടെ. പിന്നെ എത്ര കൂട്ടം പായസം വേണമെന്നങ്ങ് പറഞ്ഞേച്ചാ മതി. അത് പറയാം. കേട്ടോ അച്ഛാ, നമ്മുടെ ഈ മലബാർ ഭാഗത്തെ ചിലയിടങ്ങളിലൊക്കെ വിഷുവിന് നോൺ വെജ് സദ്യ. എന്റെ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ അങ്ങനെയാ. ആണോ ശരത്തേട്ടാ?
ആന്നേ. പരിപ്പും പപ്പടവും പഴവും പായസവും മാത്രമല്ല, മീനും ഇറച്ചിയൊക്കെ കാണും. നല്ല പോത്തിന്റെ ഇറച്ചിയും വാരിയും കരളും, പിന്നെ ഹൃദയം കൊത്തിയെരിഞ്ഞ് നല്ല തേങ്ങാക്കൊത്തും കുരുമുളക് പൊടി ഇട്ട് വഴറ്റി എടുത്ത്. അയ്യോ, ദേവിയേട്ടത്തേക്ക് പോത്തിറച്ചി ഇഷ്ടമല്ലല്ലേ? ആ, നമുക്ക് പോത്തിറച്ചി മാറ്റിയിട്ട് മട്ടൻ പിടിക്കാം. ഓ, ഹൃദയം എന്ന് ഞാൻ പറഞ്ഞത് ദേവിയേട്ടത്തേക്ക് ഫീൽ ചെയ്തല്ലേ? സോറി. ഹൃദയം എന്നത് ദേവികേട്ടത്തിയെ സംബന്ധിച്ച് വളരെ വൈകാരികമായൊരു പദമാണെന്ന് ഞാൻ ഓർത്തില്ല. റിയലി സോറി. വാക്കുകള് അഗ്നിച്ചിറകുള്ള പക്ഷികളാ. വാക്കുകൾ കൊണ്ട് വേദനിക്കാം, പക്ഷെ മറ്റുള്ളവരെ വേദനിപ്പിക്കരുത്. ഇവളിങ്ങനെ ചാടി തുള്ളി പോവാൻ മാത്രം ഈ കൊച്ചു എന്താ പറഞ്ഞത്? മിണ്ടാതിരിക്കമ്മേ. എന്തിനാ ശരത്തെ ആവശ്യമില്ലാതെ വർത്തമാനം പറയുന്നേ? എന്റെ പൊന്നച്ച, ഞാൻ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ശരത്തിന് നോൺ വെജ് സദ്യയോടാണ് പ്രിയോങ്കിലേ വിഷുവിന്റെ തലേവസത്തെ മലബാർ എക്സ്പ്രസിൽ കയറി കൂട്ടുകാരുടെ വീട്ടിലേക്ക് വിട്ടോ കണ്ണൂർക്ക്. അത്രയല്ലേ ഉള്ളു കാര്യം. സുധേട്ടാ, ഞാനാണോ സുധേട്ടനെ കൊന്നത്? അവസരം കിട്ടുമ്പോഴൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും മുത്തശ്ശി ഇത് പറഞ്ഞ് കുത്തി നോവിക്കാറുണ്ട്. മുത്തശ്ശി മാത്രല്ല, നിത്യയും ശരത്തും ഒക്കെ. എത്ര പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചാലും ചില സമയത്ത് തളർന്നു പോകും സുധേട്ടാ. തീക്കൊള്ളി കൊണ്ട് എന്റെ ഹൃദയത്തിന്റെ മുകളിൽ കുത്തുന്ന പോലെ എനിക്ക് ആ വാക്കുകൾ കേൾക്കുമ്പോ. സുധേട്ടാ, എടി പൊട്ടി, മുത്തശ്ശിയുടെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടെ? പിന്നെ നിത്യ, മുത്തശ്ശിയുടെ നാവ പാരമ്പര്യ സ്വത്തായിട്ട് അവൾക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞാൻ മരിച്ചിട്ടില്ല എന്ന് നിന്നോട് നേരത്തെയും പറഞ്ഞല്ലേ? എന്റെ ഹൃദയം ഇപ്പോഴും ഇടിച്ചുകൊണ്ടിരിക്കുകയല്ലേ? നിന്റെ ഓരോ ഹൃദയൊടുപ്പിലും ഓരോ നിമിഷവും ഞാൻ വീണ്ടും വീണ്ടും ജനിക്കുകയും ജീവിക്കുകയല്ലേ? മോളെ, എന്താ പറഞ്ഞു? മനോഹരേട്ടാ, ദേവിക മോളെ കാണുന്നില്ല. ഇല്ല, ഞാൻ മുറിയിലൊക്കെ നോക്കി. നീ ആ പുറത്തോട്ടൊന്ന് ഇറങ്ങി നോക്ക് പാർവതി. ഈശ്വര, ഇനി അവൾ അങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയോ? ഓ, പോയെങ്കിൽ അങ്ങ് പോട്ടെന്ന് വെക്കണം. ഒരു ശല്യം അങ്ങ് ഒഴിഞ്ഞെന്ന് കരുതിയാ മതി. ചിറക്കി വിടേണ്ടതാ. നിന്നെ ഞാൻ അടിച്ച് കാരണം പോയിക്കും ഞാൻ. ആ സത്തായി അടിച്ചിറക്കി വിടാനാണെങ്കിലേ ആദ്യം ഈ വീട്ടിൽ നിന്ന് കെട്ടും പാണ്ടും എടുത്ത് ഇറക്കി വിടേണ്ടത് നിന്നെയാ. എന്താടി നോക്കി പഠിപ്പിക്കുന്നു? നശിച്ചവള് കാരണം എന്റെ പെങ്കുസിനെ ഇപ്പൊ തല്ലി കൊല്ലുമല്ലോ. ഓ, ഒന്ന് പോയി കിടന്ന് ഉറങ്ങണ്ടേ അമ്മേ? ഇന്നത്തെ കുത്തിത്തിരിപ്പിന്റെ കുന്നായ്മയുടെ കോട്ട കഴിഞ്ഞില്ലേ? പാർവതി, നീ അസ്ഥിത്തറ പോയി നോക്ക്, മോൾ അവിടെ കാണും. ചെല്ല്. ഓ, ഒന്ന് പോയി കിടന്ന് ഉറങ്ങണ്ടേ അമ്മേ? ഒരു ഗ്ലാസ് വെള്ളം കൂടെ കുടിച്ച് കയറി കിടക്കും. നീ എന്ത് കുത്തു കാണാനാണ് നോക്കി നിൽക്കുന്നത്? കയറിപ്പൊടി.